മെയ് 1, 2026 ലോകമെമ്പാടുമുള്ള യുദ്ധവിരുദ്ധ പോരാളികളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും കലണ്ടറുകളിൽ ഈ തീയതി ചുവന്ന മഷിയാൽ വട്ടമിട്ട് കഴിഞ്ഞു. ഇത് വെറുമൊരു തീയതിയല്ല, ഒരുപക്ഷേ ആധുനിക ലോകക്രമത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന, അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത പരീക്ഷിക്കപ്പെടുന്ന ഒരു നിർണായക മുഹൂർത്തമാണ്. ഇറാന്റെ പരമാധികാരത്തിനുമേൽ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റ് കത്തുമ്പോൾ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മുന്നിൽ ഒരു വലിയ ഡെഡ്ലൈൻ തെളിയുകയാണ്. 1973 യുദ്ധാധികാര നിയമമനുസരിച്ച് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ സൈനികസേനയെ വിന്യസിച്ച ഒരു പ്രസിഡന്റിന് പരമാവധി 60 ദിവസം മാത്രമേ യുദ്ധം തുടരാൻ അധികാരമുള്ളൂ. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ ആക്രമണം മെയ് 1 അതിന്റെ 60-ാം ദിവസം പൂർത്തിയാക്കുമ്പോൾ ട്രംപ് ഒന്നുകിൽ പിന്മാറണം, അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കണം. അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരമുണ്ട്. എന്നാൽ 1973 വാർ പവേഴ്സ് പ്രമേയമനുസരിച്ച് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ സൈനിക നീക്കം നടത്തിയാൽ അത് ആരംഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ അറിയിച്ചിരിക്കണം. അതിനുശേഷം 60 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് ഈ നടപടിക്ക് അംഗീകാരം നൽകിയില്ലെങ്കിൽ സൈന്യത്തെ പിൻവലിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. ട്രംപിന്റെ കാര്യത്തിൽ ഫെബ്രുവരി 28 ആക്രമണം തുടങ്ങിയെങ്കിലും മാർച്ച് 2 അദ്ദേഹം ഔദ്യോഗികമായി കോൺഗ്രസിനെ അറിയിച്ചത്. അതുകൊണ്ടുതന്നെ നിയമപരമായി ഈ 60 ദിവസത്തെ ക്ലോക്ക് മെയ് 1 അവസാനിക്കും. ഇറാന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ നടത്തിയ ഈ കടന്നാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, അമേരിക്കയുടെ സ്വന്തം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമാണ്. ട്രംപ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ യുദ്ധം എന്ന വാക്കിനു പകരം സൈനിക നടപടി എന്നുപയോഗിക്കുന്നത് ഈ 60 ദിവസത്തെ പരിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇറാനിലെ സാധാരണ ജനങ്ങളുടെ മേൽ വർഷിക്കുന്ന ഓരോ ബോംബും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ക്രൂരതകളാണ്. ഇറാൻ ഒരു തകർന്നുപോയ രാഷ്ട്രമല്ല, മറിച്ച് ദശകങ്ങളായി അമേരിക്കയുടെ ഉപരോധങ്ങളെ അതിജീവിച്ച കരുത്തുറ്റ ജനതയാണ്. ട്രംപിന്റെ ആക്രമണത്തിനു മുന്നിൽ മുട്ടുമടക്കുന്നതിനു പകരം തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയെയും സഖ്യകടികളെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുച്ച് അവരോധിച്ചുകൊണ്ടുള്ള ഇറാന്റെ മറുപടി ലോകത്തിലെ എണ്ണവിപണിയെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കടന്നതോടെ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സാധാരണക്കാർ വലിയ വിലക്കയറ്റമാണ് നേരിടുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതികവിദ്യ കേവലം പ്രതിരോധത്തിന് മാത്രമുള്ളതല്ലെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. യു.എ.ഇയിലെ ആമസോൺ ഡാറ്റാ സെന്ററുകൾക്കും ഫുജൈറ ഓയിൽ ടെർമിനലിനും നേരെയുണ്ടായ ആക്രമണങ്ങൾ ഇറാന്റെ കൃത്യമായ സൈനിക ശക്തിയുടെ തെളിവാണ്. $270 ബില്യൺ നഷ്ടപരിഹാരം ഇറാൻ ആവശ്യപ്പെടുമ്പോൾ അത് തങ്ങളുടെ തകർക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും നഷ്ടപ്പെട്ട ജീവനുകൾക്കും വേണ്ടിയുള്ള നീതിയുക്തമായ ആവശ്യമാണ്. ലോകത്തെ വൻ ശക്തിയെന്നവകാശപ്പെടുന്ന അമേരിക്ക ഇറാന്റെ സൈനിക പ്രതിരോധത്തിനു മുന്നിൽ പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. 60 ദിവസത്തെ കാലാവധി കഴിയുമ്പോൾ ട്രംപിന് മുന്നിലുള്ള പ്രധാന പോംവഴി 2001 സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള അംഗീകാരം ഉപയോഗിക്കുകയാണ്. 9/11 ആക്രമണത്തിന് ശേഷം ഭീകരവാദത്തെ എതിർക്കാൻ പ്രസിഡന്റിന് നൽകിയ ഈ അമിത അധികാരം ഇറാനെതിരെ പ്രയോഗിക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം. എന്നാൽ ഇറാൻ ഒരു ഭീകര സംഘടനയല്ല, മറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഒരു പരമാധികാര രാഷ്ട്രമാണ്. 2001 നിയമം ഇറാനെതിരെ ഉപയോഗിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടോടെ ഇത് നടപ്പിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തി ഭീകരമുദ്ര ചാർത്തി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. സൈന്യത്തെ പിൻവലിക്കുന്നത് ഇറാന്റെ ധാർമ്മിക വിജയമായി കണക്കാക്കപ്പെടുന്നതിനാൽ ട്രംപ് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയേറെയാണ്. ഇത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ തന്നെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധം അമേരിക്കയേക്കാൾ കൂടുതൽ തളർത്തുന്നത് അവരുടെ സഖ്യകടികളായ ഗൾഫ് രാജ്യങ്ങളെയാണ്. യു.എ.ഇയും സൗദി അറേബ്യയും ഇപ്പോൾ അമേരിക്കയോട് സാമ്പത്തിക ഗ്യാരണ്ടി ആവശ്യപ്പെടുന്നത് തങ്ങളുടെ തകരുന്ന സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കാനാണ്. അമേരിക്ക തുടങ്ങിവെച്ച ഒരു യുദ്ധത്തിന് തങ്ങളെന്തിനാണ് വില കൊടുക്കേണ്ടത് എന്ന ചോദ്യം ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുയരുന്നുണ്ട്. യു.എ.ഇയുടെ സെൻട്രൽ ബാങ്ക് മേധാവി ഖാലിദ് മുഹമ്മദ് ബലമ കറൻസി സ്വാപ്പ് കരാറുകൾക്കായി യു.എസ്. ഫെഡറൽ റിസർവിനെ സമീപിച്ചത് യുദ്ധം തങ്ങളെ എത്രത്തോളം സാമ്പത്തികമായി തകർത്തു എന്നതിന്റെ തെളിവാണ്. മുൻകാല യുദ്ധങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണം നൽകുകയായിരുന്നു പതിവെങ്കിൽ ഇത്തവണ കഥ മാറി. അമേരിക്ക പണം നൽകണം എന്നാണ് അവരുടെ ആവശ്യം. ഇത് അമേരിക്കൻ ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന് ഭീഷണിയാവുകയും ഗൾഫ് രാജ്യങ്ങൾ ചൈനീസ് യുവാനിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ നീതിക്കുവേണ്ടിയുള്ള പോരാട്ടം പരോക്ഷമായി ഡോളർ രാഷ്ട്രീയത്തെയും തകർക്കുകയാണ്.
ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നത് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം മൂലമാണ്. 100% സംതൃപ്തി വേണമെന്ന ട്രംപിന്റെ വാശി ഒരു ചർച്ചയല്ല, മറിച്ച് ആജ്ഞാപിക്കലാണ്. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ഫലപ്രദമാകാതിരുന്നത് അമേരിക്കയുടെ ഈ അഹങ്കാരം കാരണമാണ്. മെയ് 1 ശേഷവും യുദ്ധം തുടർന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിനെ ഒറ്റപ്പെടുത്തും. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരവും എണ്ണസമ്പത്തും കൈക്കലാക്കുക എന്ന ഗൂഢലക്ഷ്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടുകഴിഞ്ഞു. മെയ് 1 ട്രംപിനു മുന്നിൽ 2 വഴികളേയുള്ളൂ. ഒന്നുകിൽ നിയമത്തെ ബഹുമാനിച്ച് സൈന്യത്തെ പിൻവലിക്കുക, അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധികാരിയെപ്പോലെ നിയമം ലംഘിച്ച് യുദ്ധം തുടരുക. രണ്ടാമത്തെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് അമേരിക്കൻ ഭരണഘടനയുടെ തകർച്ചയ്ക്കും ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ സൈനിക സംഘർഷത്തിനും വഴിവെക്കും. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിരോധം ഇനിയും ശക്തമായാൽ അമേരിക്കയ്ക്ക് ഇതൊരു 2ാം വിയറ്റ്നാമായി മാറാൻ സാധ്യതയുണ്ട്. ഈ യുദ്ധം ട്രംപിനൊരു ഇലക്ഷൻ തന്ത്രമായിരിക്കാം, എന്നാൽ ഇറാന്റെ ജനതയ്ക്ക് ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ലോകം ആവശ്യപ്പെടുന്നത് ചോരപ്പുഴയല്ല, മറിച്ച് ചർച്ചകളിലൂടെയുള്ള സമാധാനമാണ്. മെയ് 60 ഘടികാരം ടിക് ടിക് എന്ന ശബ്ദിക്കുമ്പോൾ നീതിയുടെ പക്ഷം പിടിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുമോ, അതോ അമേരിക്കൻ ധിക്കാരത്തിനു മുന്നിൽ നിശബ്ദരാകുമോ എന്ന് കണ്ടറിയണം.